ഹലോ ഡിയേഴ്സ്, ജോബ് വേക്കൻസി നമ്മുടെ വൈറ്റില, എറണാകുളം വൈറ്റില ഷോപ്പിലേക്കുള്ള ജോബ് വേക്കൻസിയുടെ ഇന്റർവ്യൂ ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും ഇത് ഫുള്ളൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ എല്ലാവരും കുറെ പേർക്ക് അറിയാം, ഇപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി പറയണേന്, എറണാകുളം വൈറ്റിലയില് ഇഹയുടെ ഒരു ബ്രാഞ്ച് ഓപ്പണിംഗ് ആണ്. മിക്കവാറും നമ്മളത് ഫെബ്രുവരി മന്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല. സോ നമ്മളുടെ ടീമിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് കലൂര് ഗോകുലം പാർക്കിൽ വെച്ചിട്ടാണ്. ഇപ്പൊ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കലൂരുള്ള ഹോട്ടൽ ഗോകുലം പാർക്കിൽ വെച്ചാണ് ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത് 6th Jan ആണ് അല്ലെ, 6ാം തീയതി ജനുവരി ആണ്. 6ാം തീയതി ജനുവരി ഏത് ഡേറ്റ് ആയിട്ട്? മൺഡേ, കമ്മിങ് മൺഡേ. ഒന്ന് മാർക്കായിരിക്കുക, 6ാം തീയതിയാണ് കമ്മിങ് മൺഡേ. രാവിലെ 10 മണി തുടങ്ങി വൈകുന്നേരം 6 മണി വരെയാണ് നമ്മൾ ഇന്റർവ്യൂ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം 6 മണി വരെ നമ്മൾ വെച്ചതിന്റെ ഒരു റീസൺ തന്നെ, വേറെ എവിടെയെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഈവനിങ് ടൈമിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ, ഇപ്പൊ വേറെ എവിടെയെങ്കിലും നിങ്ങൾ മാറാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റണം എന്നുള്ള ഇന്റൻഷനിലാണ് നമ്മൾ ഈവനിങ് 6 o'clock വരെ വെച്ചിരിക്കുന്നത്. അപ്പൊ രാവിലെ 10, ഈവനിങ് 6 o'clock. അപ്പോൾ എറണാകുളം വൈറ്റില ഇഹയുടെ വൈറ്റില സ്റ്റോറിലേക്കുള്ള ജോബ് വേക്കൻസീസ് ആണ്. അതിൽ ആദ്യം നമ്മൾക്ക് വേണ്ടത് സെയിൽസ് സ്റ്റാഫുകളാണ്. സെയിൽസ് സ്റ്റാഫുകളിലേക്ക് നമ്മൾ ടോട്ടൽ 200 പേരെ എടുക്കുന്നുണ്ട്. 200 സെയിൽസ് വേക്കൻസീസ് ആണുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മെൻസ് വെയർ ഒന്നും തന്നെ നമ്മുടെ സ്റ്റോറിലില്ല. അപ്പം നമ്മുടെ ഷോപ്പിൽ ലേഡീസ് വെയർ ആണ്. സോ ലേഡീസ് വെയറിൽ സാരീസ്, ലെഹങ്ക, കുർത്താസ്, റെഡിമെയ്ഡ്സ്, സൽവാർ സ്യൂട്ട്സ് എന്നുള്ള ആ ഒരു സംഭവങ്ങളിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള സീനിയർ സെയിൽസ് സ്റ്റാഫുകൾക്കാണ് മെയിൻലി വേക്കൻസി. ഞാൻ പറഞ്ഞു വരാം, എല്ലാം നിങ്ങൾ കേട്ട. സീനിയർ സെയിൽസ് സ്റ്റാഫുകൾക്ക് നമ്മൾ 20,000, 25,000, 25,000 പ്ലസ് അങ്ങനെയാണ് നമ്മളുടെ പാക്കേജസ് പോകുന്നത്. 20+ ആയിരിക്കും എന്താണെങ്കിലും. 20, 22, 25 പ്ലസ് അങ്ങനെ 30, 35 വരെ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്, ബേസ്ഡ് അപ്പോൺ യുവർ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ സീനിയർ ആയിട്ടുള്ള സെയിൽസ് സ്റ്റാഫുകൾ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള സെയിൽസ് ട്രെയിനീസിനെയാണ്. സെയിൽസ് ട്രെയിനീസിന് കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കുന്നത് ഈ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അതായത് കുറെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചവരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ചെറിയ ഡിപ്ലോമ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് ഈ ക്ലോത്തുമായിട്ട്, പ്രത്യേകിച്ച് ലേഡീസ് വെയറുമായിട്ട് ചെറിയൊരു ടച്ച് ഉള്ള ആളുകളെയാണ് നമ്മൾ സെയിൽസ് ട്രെയിനീസ് ആയിട്ട് എടുക്കുന്നത്. 30 വയസ്സിന് താഴെയുള്ളവരെ 12,000 ആയിരിക്കും അവരുടെ ബേസിക് പാക്കേജ് വരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ 3 മാസം നിന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ടാലന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്ലസ് ആയിട്ട് സാലറി ആഡ് ചെയ്യും. അപ്പോൾ സെയിൽസ് ട്രെയിനീസിന്റെ ശമ്പളം വരുന്നത് 12,000 സ്റ്റാർട്ടിംഗ് ആണ്. അതും ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളെയാണ് കൂടുതലും. പിന്നെ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് അഥവാ ചെയ്തിട്ടില്ല, നല്ല ടോക്കറ്റീവും കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ നല്ല സ്മാർട്ടും ആണെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ആ ഇന്റർവ്യൂവിന് വന്നേര്. ഫാഷൻ ഡിസൈനിങ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സെയിൽസ് ട്രെയിനി ആയിട്ട് അവിടെ ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് സീനിയർ അക്കൗണ്ടന്റ് ആണ്. സീനിയർ അക്കൗണ്ടന്റ് ക്ലോത്തിങ് ഫീൽഡിൽ തന്നെ ഇരുന്ന അക്കൗണ്ടൻസിനെയാണ് നമ്മൾ നോക്കുന്നത്. അവർക്കും നല്ല ഹെവി പാക്കേജസ് ആണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ബില്ലിംഗ് ആൻഡ് കാഷ്യർ. ഇതും നമ്മൾ എല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർ, പ്രത്യേകിച്ച് ക്ലോത്തിങ് ഷോപ്പുകളിലോ ഏതെങ്കിലും ബുട്ടിക്കുകളിലോ ക്ലോത്ത് റിലേറ്റഡ് സംഭവങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ബില്ലിംഗ് ആൻഡ് കാഷ്യർ സ്റ്റാഫുകൾ. പിന്നെ വേണ്ടത് വിഷ്വൽ മെർച്ചൻഡൈസേഴ്സ്. അതും നല്ല എക്സ്പീരിയൻസ് വേണം. മിനിമം 3 വർഷം എക്സ്പീരിയൻസ് വേണം. സാരി ഡ്രേപ്പിംഗ് മസ്റ്റ് ആയിട്ട് അറിയണം, റണ്ണിങ് മെറ്റീരിയൽ ഡ്രേപ്പിംഗ് അറിയണം. അപ്പോൾ വിഷ്വൽ മെർച്ചൻഡൈസേഴ്സ്. ഓൾട്രേഷൻ സ്റ്റാഫുകൾ, ഓൾട്രേഷന് എക്സ്പേർട്ട് ആയിട്ടുള്ള ടൈലേഴ്സ്. അതിപ്പോൾ മലയാളികൾ തന്നെ ആവണമെന്നില്ല, ഹിന്ദി സ്റ്റാഫുകളാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വേണ്ടത് പാക്കിംഗ് സ്റ്റാഫ്, ഗോഡൌൺ സ്റ്റാഫ് ആൻഡ് ക്ലീനിങ് സ്റ്റാഫ്. ഇത്ര പേർക്കാണ് ഇപ്പൊ നമ്മൾ വേക്കൻസീസ്. അതിൽ നമ്മൾ മെയിൻലി പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് സെയിൽസ് സ്റ്റാഫുകളാണ്. അപ്പൊ കുറച്ചു പേരെ ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ളൂ. ഇനി നമ്മളുടെ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഒരുപാട് പേര് നമ്മുടെ ടീമുമായിട്ട് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ഒരു ജനുവരി മിഡിലോടുകൂടി, അതായത് ജനുവരി 15-നും 30-നും ഇടയ്ക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ടീമിലുമായിട്ട് ജോയിൻ ചെയ്ത് എല്ലാം നിങ്ങൾ ഞങ്ങളുടെ ഒരു ടീം വർക്ക് റെഡി ആയി കഴിഞ്ഞിട്ട് പുതിയ സ്റ്റോറിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. അപ്പം ഇന്റർവ്യൂ സമയം മറക്കരുതും. രാവിലെ 10 to വൈകുന്നേരം 6 മണിയാണ്. കലൂർ ഗോകുലം പാർക്ക് ഹോട്ടലിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ നടക്കുക. അപ്പൊ നിങ്ങൾ സീനിയർ സ്റ്റാഫുകളാണെങ്കിലും ഫ്രഷർ സ്റ്റാഫുകളാണെങ്കിലും നിങ്ങൾ CV ആയിട്ട് നേരിട്ട് കലൂർ ഗോകുലം പാർക്കിൽ വരിക. ഞാനും എൻ്റെ ടീമും അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് നേരിട്ട് കാണാം. ഇപ്പൊ ഇത് നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും ഇതൊരു ഇൻഫർമേഷൻ ആവുമെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. നല്ല പാക്കേജും നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ടീം ഇഹ നിങ്ങളുടെ അതിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. താങ്ക് യു.